ഹേ ഗൈസ്, ഇന്നൊരു നോസ്റ്റാജിക് ഐറ്റാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. ഇതാണ് ഐറ്റം. ഞാനൊക്കെ ഇതിന് പറയല് പാൽ കട്ടാന്നേനു. ഇപ്പൊ ഏകദേശം എന്താണ് സാധനം എന്ന് മനസ്സിലായി. ഇതിന്റെ ഒറിജിനൽ നെയിം വന്നിട്ട് പാൽക്കോവ ബർഫി. ബട്ട് ഇതിനെ പറ്റി ഒരു മെയിൻ തിങ് പറയുകയാണെങ്കിൽ സംഭവം നമ്മൾ ഇതിനെ പാൽക്കട്ടാന്നൊക്കെ വിളിച്ചിനിയത്. ബട്ട് ഇതിൽ പാല് പോയിട്ട് പാൽപ്പൊടി പോലും ചേർക്കണില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കുറച്ച് വൈകിപ്പോയി. ഇത് പ്രിപ്പയർ ആക്കാനാണെങ്കിൽ വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പാൻ എടുത്തിട്ട് ഒരു ഹാഫ് കപ്പ് ഗീ ആണ് ഞാൻ ആഡ് ചെയ്യുന്നത്. then ഒരു കപ്പ് മൈദ കുറച്ചായി ആഡ് ചെയ്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. കട്ട പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ചായിട്ടിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കുക. ഇതൊന്ന് വന്ന് ഈ ഒരു പരുവത്തിലാവണ വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇതിന് വേവാനാണെങ്കിൽ കുറെ ടൈം ഒന്നും എടുക്കൂല. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഒരു 5 മിനിറ്റ് അതിന്റെ ചൂടൊന്ന് ജസ്റ്റ് ഒന്ന് പോകാൻ വേണ്ടിട്ട് വെക്കാം. ആ ഒരു ടൈം കൊണ്ട് ഇത് കേടാക്കല്ല. അടുത്ത സാധനം നമുക്ക് റെഡിയാക്കാം. ഒരു ഹാഫ് കപ്പ് ഷുഗറും ഒരു 3 ഏലക്കായും കൂട്ടിയിട്ട് നന്നായിട്ട് പൊടിച്ച് അങ്ങോട്ട് എടുക്കും. ഇനി ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ബട്ടർ പേപ്പർ ഒന്നും ഇല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് എണ്ണ തടവിയിട്ട് ആക്കി വെച്ചാലും നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു ബാറ്ററിക്ക് ഈ ഒരു പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് സ്റ്റവ് ഓൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു കുഞ്ഞു ചൂടിൽ അതൊന്നും ഇങ്ങനെ മെൽറ്റായി വരും. എന്ന് വെച്ചാൽ ഇതിൽ ആ ഷുഗർ ഇങ്ങനെ കടന്ന് ജസ്റ്റ് ഇങ്ങനെ മെൽറ്റായി ഇങ്ങനെ വരും. ഇനി നമുക്കിത് ഏത് ഷേപ്പിലാണോ കിട്ടേണ്ടത് അതിനനുസരിച്ചുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ അമർത്തി വെക്കുമ്പോൾ തന്നെ ഇങ്ങനെ സെറ്റ് ഇങ്ങോട്ട് കിട്ടും. ഇനി ഇതൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഞാൻ ഫ്രീസറിൽ ഇനി വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാനിത് എടുക്കുമ്പോൾ ഒരു 1 മണിക്കൂറിന്റെ അടുത്തൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇങ്ങനെ ഊരി എടുക്കാൻ പറ്റുന്ന രീതിക്ക് സെറ്റ് ആയി കിട്ടും. ഇത്ര ഈസി ആണോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ചെറുപ്പത്തിൽ എന്റെ ഇഷ്ടപ്പെട്ട സ്വീറ്റ്സിൽ ഒരു സ്വീറ്റ്സ് ആണ് ഇത്. അന്ന് ഞാൻ അത് അറിഞ്ഞിക്കണമെങ്കിൽ എന്റെ അമ്മനെ കൊണ്ട് ഞാൻ ഡെയിലി ഇത് ഉണ്ടാക്കിപ്പിച്ചു. ഇതിന്റെ ടേസ്റ്റിനാണെങ്കിൽ ഒരു വ്യത്യാസമല്ല. കഴിച്ചു തുടങ്ങിയാൽ പിന്നെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. ഇത് ട്രൈ ആക്കാത്തലുണ്ടെങ്കിൽ ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെ ഞാൻ പറയും. അപ്പൊ ഇങ്ങനെ ട്രൈ ചെയ്തൊക്കെ അല്ലേ. സോ ഇന്നത്തേക്ക് ഇത്രക്കുള്ളൂ. അപ്പൊ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം.